അമ്മായിപ്പൻ ഒത്തിരി നിർബന്ധിച്ചു മരുമകളെ. അതേപോലെ അമ്മായിയമ്മയും നിർബന്ധിച്ചു. രണ്ടുപേരും നിർബന്ധിച്ചത് രണ്ട് കാര്യത്തിനാണെന്നേ ഉള്ളൂ. എന്തായാലും ഇവിടെ നടന്നത് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജയലക്ഷ്മിയുടെ മെയിൽ വായിക്കണം. മാഡം, എൻ്റെ പേര് ജയലക്ഷ്മി, യഥാർത്ഥ പേരൊന്നുമല്ല. എന്തായാലും കത്ത് വായിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. മാഡം, എൻ്റെ പേര് ജയലക്ഷ്മി, വീട് വയനാടാണ് കേട്ടോ. എൻ്റെ യഥാർത്ഥ പേരൊന്നുമല്ല. ഞാൻ M.Com കഴിഞ്ഞതാണ്. കോഴിക്കോട് ഒരു സ്വകാര്യ ബാങ്കിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പോൾ എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമായി. കോഴിക്കോട് വന്നു കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒരാൾ എന്നെ കണ്ടിഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ ബാങ്കിൻ്റെ കസ്റ്റമറാണ്, ഒരു NRI കസ്റ്റമർ. പുള്ളി വന്ന് എന്നെ കണ്ടിഷ്ടപ്പെട്ടപ്പോഴേക്കും ചോദിച്ചു കല്യാണം കഴിച്ചതാണോ എന്ന്. ഞാൻ അല്ല എന്ന് മറുപടി പറഞ്ഞു. പിന്നീട് പുള്ളി എൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം ചോദിച്ചറിയുകയായിരുന്നു. എന്നോട് വന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയൂ, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് പ്രേമവും മണ്ണാങ്കട്ടിയൊന്നും ഒട്ടും ഇഷ്ടമല്ല. എന്നാലും ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരാൾ വന്നെന്ന്. അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, വന്ന് ചോദിച്ചല്ലേ, എന്തായാലും അവൻ വീട്ടിലേക്ക് വരട്ടെ. അങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ കാണാൻ വന്നത്. പക്ഷേ കോട്ടയം ഭാഗത്താണ് വീട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത ദുഃഖം. അത് ശരിയാകില്ല, ഇത്രയും ദൂരം അത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് റിട്ടയറായി തിരിച്ചു പോകാൻ 3 വർഷം കൂടിയുണ്ട്. ആ 3 വർഷവും കോഴിക്കോട് തന്നെ കാണുമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. വർഷങ്ങളായി അവർ കോഴിക്കോട് വന്നിട്ട്, എങ്കിലും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നാണ് അവർക്ക് ആഗ്രഹം. ഇവിടെ വീട് സ്ഥലമൊക്കെ ഉണ്ട്. എന്നാലും കോട്ടയത്തോട് അവർക്ക് താല്പര്യം കൂടുതലാണ്. ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പം അമ്മ പറഞ്ഞു, ഇടി 3 വർഷം കഴിയുമ്പോഴേക്കും പിന്നെ കോട്ടയത്ത് പോയി സ്ഥിരം താമസം ആരംഭിക്കണ്ടേ. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവസാനം മരുമകൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ എന്താണോ എൻ്റെ അമ്മ ഓക്കെ എന്തെങ്കിലും ആട്ടെ, നല്ലൊരു ചെക്കനല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കല്യാണത്തിന് സമ്മതം മൂളിയത്. എൻ്റെ വീട്ടിൽ അച്ഛനില്ല, അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ കോഴിക്കോട് തന്നെയാണ് താമസിക്കുന്നത്. അച്ഛൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നു. അമ്മ വീട്ടമ്മയാണ്. അമ്മ നല്ല സുന്ദരിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൂടി ഞെട്ടിപ്പോകും. കാര്യം ഭർത്താവിൻ്റെ അമ്മയാണെന്ന് പറയുകയില്ല, ചേച്ചിയാണെന്ന് പറയും. പിന്നെ അമ്മായിപ്പൻ അത്ര ചെറുപ്പമൊന്നുമല്ല, എന്നാലും നല്ല യോഗ്യതയുള്ളൊരു മനുഷ്യനാണ്. അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ അറിയാം. ഒരു ദിവസം അമ്മായിയോട് ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഇത്രയും മൂത്തൊരാളെ കല്യാണം കഴിച്ചെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് മൂത്തതാണോ ഇളയതാണോ പഴുത്തതാണെന്നൊക്കെ ആര് നോക്കാനേ മോളെ. പിന്നെ അന്നില്ലേടി, എന്നേക്കാൾ 10 വയസ്സിന് മൂത്താണെങ്കിലും കണ്ടാൽ അതീവ സുന്ദരനായിരുന്നു. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലേ, ആണുങ്ങളെ കാണുമ്പോഴേക്കും ഒരിഷ്ടം തോന്നും. അപ്പോൾ ചാടിക്കിറങ്ങ കൊത്തും. അവസാനമാണ് കൊത്ത് മുറത്തിൽ കൊത്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അമ്മ കൊത്തിയ മുറ നല്ലതല്ലായിരുന്നോ? അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ലടി, കുഴപ്പമൊന്നുമില്ല. എന്നാലും നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആണുങ്ങൾക്ക് എപ്പോഴും മാനത്തും മരത്തിലുമാണ് നോട്ടം. എന്ന് വെച്ചാൽ നമ്മളെ മാത്രമൊന്നുമല്ല അവർക്ക് പ്രിയമുള്ളത്. കാണുന്ന ഏത് പെണ്ണിനോടും അവർക്ക് താല്പര്യം തോന്നും. പോമേ, അങ്ങനെയൊക്കെ ഉണ്ടോ? എടി, എൻ്റെ മോനാണെങ്കിലും നീ നിൻ്റെ ഭർത്താവിനെ സൂക്ഷിച്ചോണം. കാര്യം സുന്ദരിമാർ കൈയും കാലും കാണിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറയ്ക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന മനസ്സാണ് ആണുങ്ങൾക്കുള്ളത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അവർക്കൊരു ചായ്വ് കാണും. പിന്നെ ഭാര്യയോട് പറയും, നീ എൻ്റെ സ്വത്താണ്, നീ എൻ്റെ മുത്താണെന്നൊക്കെ. അത് കേൾക്കുമ്പോഴേക്കും നമുക്ക് അങ്ങ് വല്ലാതാകും. എൻ്റെ ചേട്ടൻ വന്നാലേ ഇവിടെ എല്ലാം നടക്കുമെന്ന് പറയും. നമ്മൾ 24 മണിക്കൂറും പടിപ്പുര വാതിൽ വന്ന് ഇപ്പം തുറക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കും. വലപ്പുഴങ്ങാനം വന്ന് പടിപ്പുര വാതിൽ തുറന്നാലായി, ഇല്ലെങ്കിലായി. അവസാന പടിപ്പുര വാതിലിൽ ആരും വരാതാകുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഈ കണ്ട സ്വപ്നങ്ങളെല്ലാം വേസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. അയ്യോ അമ്മേ, അപ്പം അമ്മയുടെ ജീവിതത്തിൽ വല്ല ദാമ്പത്യ പ്രശ്നങ്ങളുമുണ്ടോ? അച്ഛൻ നല്ല സ്നേഹമായിട്ടാണല്ലോ പെരുമാറുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞതാണ്. പിന്നെ ആണുങ്ങളാണ്. അച്ഛനാണെങ്കിലും ഇപ്പോൾ എന്നോട് ഇത്തിരി താല്പര്യം കുറവായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പോവാമേ, പ്രായമാകുമ്പോഴേക്കും എല്ലാവർക്കും താല്പര്യം കുറവെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അങ്ങേർക്ക് എന്നോട് മാത്രമേ താല്പര്യം കുറവുള്ളൂ, ബാക്കിയുള്ളവരോടെല്ലാം നല്ല താല്പര്യമാണ്. പണ്ടില്ലേ എൻ്റെ പൊന്നുമോളെ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. നീ കൊച്ചല്ലേ, നിന്നോട് ഞാൻ എങ്ങനെ പറയുക?
എന്തായാലും എൻ്റെ മോളെ, അച്ഛൻ്റെ ഗുണങ്ങളൊന്നും അവന് കിട്ടിയിട്ടില്ല. അവന് തനതായൊരു സ്വഭാവമാണ്, എന്നെപ്പോലെ പാവമാണ്. അച്ഛൻ്റെ വല്ല സ്വഭാവവിശേഷം കിട്ടിയിരുന്നെങ്കിലേ രണ്ടാമത്തെ ദിവസം നീ വന്നിട്ട് നടുവേദനയ്ക്ക് മരുന്നുണ്ടോ അമ്മയെന്ന് എന്നോട് ചോദിച്ചേനെ. ആഹാ, അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് നടുവേദന എടുക്കാത്താണോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മായിമ്മ ഒന്ന് പോകച്ചേ, ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ പറയാതെ. എൻ്റെ പൊന്നമ്മേ, ഈ വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ആരാ ഇതൊക്കെ പറഞ്ഞത്? അമ്മ തന്നെയല്ലേ പറഞ്ഞത്? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളിലേ ആയുള്ളൂ, അമ്മയാണ് ഈ വിഷയമൊക്കെ എടുത്തിട്ടത്. എന്നെ കുറ്റം പറയരുതേ. എടി, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ സിനിമയിൽ സീരിയലൊന്നും കാണുന്ന പോലുള്ള അമ്മായിമ്മയല്ല. നിനക്ക് എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം, ഞാനും തുറന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നെ മോനാണെങ്കിലും അച്ഛനാണെങ്കിലും ആണുങ്ങളെപ്പോഴും ആണുങ്ങളാണ്, പെണ്ണുങ്ങളെപ്പോഴും പെണ്ണുങ്ങളുമാണ്. രണ്ടുപേർക്ക് രണ്ടുപേരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്, ഗുണങ്ങളുമുണ്ട്, നല്ലതുമുണ്ട്, അത് ഓർത്തോണം എന്ന് പറഞ്ഞു. അമ്മായച്ചനും അമ്മായിമ്മയ്ക്കും എന്നോട് നല്ല സ്നേഹമായതുകൊണ്ട് ആ വീട്ടിൽ ഒത്തുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. 2 മാസം ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങി. അമ്മ എനിക്ക് വാങ്ങി തന്നതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം പതിഞ്ഞ സ്വഭാവമാണ്. ഒട്ടും ആവേശമൊന്നുമില്ല, എന്നാൽ സ്നേഹമുണ്ട്. പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുന്ന പോലുള്ള സ്വഭാവം. എനിക്കതിൽ ഇഷ്ടക്കേടൊന്നുമില്ല. ആക്ച്വലി ശാന്തനായ ഒരാളെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് കൂടുതൽ സ്വപ്നങ്ങളുമില്ല. പിന്നെ അമ്മായിമ്മ പറഞ്ഞതുപോലെ നടുവേദന രാവിലെ എടുക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. പ്രതീക്ഷകളും കുറവാണ്. സ്നേഹമുള്ളൊരു ഭർത്താവ്, ബാക്കി എന്തെങ്കിലും ഇത്തിരി കുറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നൊരു ചിന്താഗതിയായിരുന്നേ. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നു കഴിയുമ്പോഴാണ് അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നത്. വന്നാലുടനെ അച്ഛന് ചായ നിർബന്ധമാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോളെ ചായ ഇത്തിരി ഇട്ടുകൊണ്ട് വരാമെന്നും. ഞാൻ ഇട്ടുകൊണ്ട് കൊടുത്തു. അരികിലിരുന്ന് ഞാനും അച്ഛൻ ചായ കുടിക്കുന്നത് ആസ്വദിച്ചു. മോളെ അട്ടിപ്പൊളി, ഇതാണോടി വയനാടൻ ചായ? ദേ ഇവിടെ ഒരുത്തിയുണ്ട്, വർഷങ്ങളായിട്ട് ചായ ഉണ്ടാക്കുക, വെള്ളം പോലെ ഇരിക്കും. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ അമ്മായിമ്മ കൂടി എത്തി. ആഹാ, ഇത്രയും നാളും എൻ്റെ വെള്ളമല്ലേ കുടിച്ചത്, എന്നിട്ട് അതങ്ങോട്ട് ഏൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മായിച്ചൻ പൊട്ടിച്ചിരിച്ചു. ഞാനും അങ്ങ് വല്ലാതായി. ഇനി എന്നെ കളിയാക്കി അമ്മ പറഞ്ഞാണോ എന്നുകൂടി എനിക്കറിയില്ല. അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, നിൻ്റെ വെള്ളം വേറെ, മരുമോളുടെ വെള്ളം വേറെ. അവള് വയനാടൻ ചായ ഇട്ട് തന്നത് നീ കണ്ടില്ലേ? പിന്നെ വയനാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ വയനാടൻ ചായ ആകുമോ? ഇടീ, അവൾക്ക് കൈപ്പുണ്യമുണ്ട്, അപ്പം എനിക്ക് കൈപ്പുണ്യമില്ലേ? നിനക്ക് കൈപ്പുണ്യം, നിന്റെ കൈപ്പുണ്യമൊക്കെ എങ്ങോ പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മാമ്മ പരിഭവിച്ചു. എനിക്കറിയാം, എൻ്റേത് പോയെന്ന് നിങ്ങൾ പണ്ടേ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മായിച്ചൻ എന്നെ ഒറ്റക്കണ്ണ് ഇറക്കി കാണിച്ചു. അതൊന്നും കാര്യമാക്കണ്ട മോളെ, ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവള് അൺറൊമാൻറ്റിക്കാണ്. എന്നാലും അച്ഛനും അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അമ്മ നന്നായിട്ട് ചായ ഉണ്ടാക്കും. അമ്മയുടെ അത്രയും ചായ ഒന്നും ഇടാൻ എനിക്കറിയില്ല, അത് ഉറപ്പാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ പറഞ്ഞു, നീ ഇടുന്ന ചായ നല്ല രുചികരമാണ്. ശരിയാണ്, അവൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അവളെ ഇളക്കി വിട്ടില്ലെങ്കിലേ ഈ വീട്ടിൽ ഒരു പ്രസരിപ്പും ഊർജവും ചൊടിയും ഒന്നും ആർക്കും ഉണ്ടാകില്ല. അവളൊന്ന് ഇളകി തുള്ളിയാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷം വരികയുള്ളൂ. അയ്യോ, അത് ഞാൻ ആദ്യം കേൾക്കാണല്ലോ അച്ഛാ, വീട്ടിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷം വരുമെന്ന്. അതൊക്കെ അങ്ങനെ മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കുറേ നാൾ കഴിയുമ്പോഴേക്കും നിനക്ക് എല്ലാം ശരിക്കും മനസ്സിലാകും. ഈ ഭാര്യ ഭർത്താവ് എന്താണെന്നുള്ളതും അതിൻ്റെ ഉള്ളുകളികളൊക്കെ ഇപ്പോൾ ഒന്നും മനസ്സിലാകില്ല. ഇപ്പം എൻ്റെ സ്വന്തം മോള്, എൻ്റെ സ്വന്തം ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിന്നാരം പറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോഴല്ല യഥാർത്ഥ ജീവിതം, പിന്നീടാണ് എന്ന് പറഞ്ഞു. ആ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചിട്ട് അമ്മ എന്നോട് പലതും പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മായിച്ചനോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പിന്നീട് എപ്പോൾ അമ്മായിച്ചൻ വന്ന് പറഞ്ഞാലും ഞാനാണ് ചായ ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഉണ്ടെങ്കിൽ കാര്യം അമ്മായിമ്മ അനങ്ങില്ല. മരുമോളുടെ ചായയല്ലേ നിങ്ങൾക്ക് കുടിക്കേണ്ടത്, അവളിവിടെ ഉണ്ട്, അവൾ ഇട്ട് തരും. മോളെ ചായ ഇട്ട് കൊടുക്കുക അച്ഛന് എന്ന് പറയും. ഞാനും ഓർക്കും, അച്ഛന് ഇട്ട് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം, എനിക്കും അച്ഛനില്ലല്ലോ എന്നോർത്ത് ഞാനും നന്നായി അദ്ദേഹത്തെ പരിചരിച്ചു. ഒരു വട്ടം അദ്ദേഹം ഒന്ന് വീണു, നടുവിന് നല്ല വേദന. അമ്മായിമ്മ ഒരു കുഴമ്പമായിട്ട് വന്ന് എന്നോട് പറഞ്ഞു, മോളെ നിന്നെ ഞാൻ നിർബന്ധിക്കണമെന്ന് വിചാരിക്കരുത്, നീ ഇത് ചെയ്തേ പറ്റൂ. എന്താ അമ്മേ? എടി, ഈ കുഴമ്പ് അച്ഛനെ ഒന്ന് കമിഴ്ത്തി കിടത്തണം. നീ പറഞ്ഞാലേ അച്ഛൻ കമിഴ്ന്ന് കിടക്കൂ. അതെന്ത് കാര്യം അമ്മേ? ഞാൻ പറഞ്ഞാൽ എങ്ങനെ അച്ഛൻ കമിഴ്ന്ന് കിടക്കുന്നത്? അമ്മയ്ക്ക് പറയരുതോ? അമ്മയുടെ ഭർത്താവല്ലേ? എടി, ഞാൻ പറഞ്ഞു, നടുവിടിച്ചല്ലേ വീണത്. കമിഴ്ന്ന് കിടക്കുമ്പോഴേക്കും അവനെ നടുവിന് ഇത്തിരി താഴോട്ടും നന്നായിട്ട് മസാജ് ചെയ്യണം, എങ്കിൽ മാത്രമേ വേദന കുറയും. ഗുളിക കഴിച്ചാലൊന്നും വേദന കുറയില്ല. അമ്മയുടെ ഹസ്ബൻഡില്ലേ,
അമ്മയിലെ നടുവിന് തിരുമ്മി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, നീ വെറുതെ എന്നോട് തർക്കിക്കണ്ട, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. ദേ അവിടെ മൊബൈലും കണ്ടുകൊണ്ട് കിടക്കുന്നു, നടുവേനയാണെന്ന് പറഞ്ഞിട്ട്. മോളെ നീ ഒന്ന് പോയി കുഴമ്പിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞു. ഇതെന്തൊരു ഭാര്യയാണ്, ഇവരെന്തിനാണ് എന്നെ തള്ളിവിടുന്നത്? ഇവർക്കങ്ങ് പോയി കുഴമ്പിട്ടാൽ പോലെ. ഇനി അയാളും തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും ഞാൻ പോയി കുഴമ്പിട്ട് കൊടുക്കണം. ഇതെന്തൊരു ശല്യമാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും ഇപ്പം എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നു. അച്ഛ കുഴപ്പിട്ട് തട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും, വേണ്ട മോളെ, അത് സാരമില്ല, അത് ഗുളി കഴിക്കുമ്പോഴേക്കും അങ്ങ് പോകും, ചെറിയൊരു നീരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അച്ഛൻ കമിഴ്ന്ന് കിടക്കും. ഓ വേണ്ട, നീ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്നോട് നിർബന്ധിച്ചു. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ കുറ്റം പറയും. അച്ഛൻ കമിഴ്ന്ന് കിടന്നേ. എടി മോളെ, എനിക്ക് നാണമാണ്. ഇതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, സ്വന്തം ഭാര്യയല്ലേ, അച്ഛനങ്ങ് കുഴമ്പിട്ട് തിരുമ്പി തരാൻ. എന്നാൽ പിന്നെ അച്ഛന് കമിഴ്ന്ന് കിടന്ന് കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അവൾ തിരുമ്മി കഴിഞ്ഞാലൊന്നും എനിക്ക് കേൾക്കില്ല, അവളുടെ കൈക്ക് യാതൊരു ബലവുമില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ എന്തിനാ എന്നോർത്ത് വേണ്ടാന്നങ്ങ് പറഞ്ഞു. കുഴമ്പിട്ട് കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ട് തിരുമണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം നോക്കേണ്ട കാര്യമില്ല, അച്ഛൻ കമിഴ്ന്ന് കിടന്നേ. മോളെ എനിക്ക് നാണമാ. പിന്നെ എന്ത് നാണമാണ്? ദേ അങ്ങോട്ട് കമിഴ്ന്ന് കിടന്നേ, ഞാൻ എന്തായാലും ഒന്ന് മസാജ് ചെയ്ത് തരാം. അച്ഛൻ നോക്കും ബലമുണ്ടോ ഇല്ലയോ എന്ന്. അതെന്താ, നീ ആയുർവേദ തിരുമ പഠിച്ചിട്ടുണ്ടോ? അച്ഛനറിയാമോ, 3-4 മാസം ഞാൻ BCom കഴിഞ്ഞിട്ട് ഒരു ക്ലിനിക്കിൽ ജോലിക്ക് നിന്നിരുന്നു, ഒരു ഡോക്ടർ അസിസ്റ്റൻ്റായിട്ട്. MCom പോകാനുള്ള ആ ഒരു പൈസയൊക്കെ തന്ന് സഹായിച്ചത് ആ ഡോക്ടറാ എന്ന് പറഞ്ഞു. എങ്കിൽ മോക്ക് തിരുമറിയാമല്ലോ കുറച്ചെങ്കിലും, എങ്കിൽ റെഡി എന്ന് പറഞ്ഞു. പുള്ളി കമിഴ്ന്ന് കിടന്നപ്പോഴേക്ക് ഞാനാണ് മാറ്റി അവിടെ ഇത്തിരി ചൂടാക്കിയ എണ്ണ തേച്ച് കൊടുത്തതും. എവിടാ വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി കൈകൊണ്ട് തൊട്ട് കാണിച്ചു. ഞാനാണെങ്കിൽ വട്ടത്തിൽ നന്നായി കറക്കി ഇത്തിരി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും, മോളെ കൊള്ളാം, നിനക്ക് നന്നായിട്ടറിയാം, നിന്നെ ഞാൻ ഇവിടെ ഒരു ഡോക്ടറായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ, ആയുർവേദ ഡോക്ടർ. അയ്യോ എനിക്ക് അങ്ങനെയുള്ള കഴിവൊന്നുമില്ല അച്ഛാ. കൊള്ളാം മോളെ, സൂപ്പറായിട്ടുണ്ട്, വേദന എൻ്റെ കുറവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓക്കെ മതിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു മാഡം. തിരിഞ്ഞു കിടന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഒരു ഗോപുരം മുകളിലേക്ക് ഉയർന്നു വന്നതുപോലെ പൂർണ്ണമായ ദർശന സൗഭാഗ്യമല്ല എനിക്കുണ്ടായത്, പാതി എങ്കിലും എല്ലാം എൻ്റെ കൺമുന്നിൽ മിന്നി മറിഞ്ഞ പോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ആകെ അബദ്ധമായെന്ന്. കവിഴ്ന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും മസാജും എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് വേദന മറന്നു. വേദനയ്ക്ക് പകരം ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ തെളിഞ്ഞെന്ന് എനിക്ക് തോന്നി. അയ്യോ അമ്മ പറഞ്ഞത് കറക്റ്റാണ്, ഈ ആണുങ്ങളെല്ലാം കണക്കാണ്, മരുമകളെന്നോ ആരെന്നോ ഒരു നോട്ടവും ഇല്ലല്ലോ എന്നോർത്ത് ഞാനൊന്നും അറിയാത്ത ഭാവത്തിൽ അടുക്കളയിലേക്ക് ചെന്നു. അമ്മായിമ്മ ഉപ്പേരി വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് അമ്മ എന്തിനാ ഉപ്പേരി വറക്കുന്നേ? സന്ധ്യാസമയത്ത് എന്താണ് ഉപ്പേരി വറുത്ത് കഴിഞ്ഞാൽ ഉപ്പേരി വായിലേക്ക് ചെല്ലില്ലേ? നീ കഴിക്കില്ലേ? നീയും നിന്റെ അമ്മയച്ചനും കൂടി 24 മണിക്കൂറും ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ഉപ്പേരി എല്ലാം കൂടെ എടുത്ത് കഴിക്കുകയാണല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുമ്പോൾ തന്നെ ഉപ്പേരിയും ചായ വേണമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ് കുഴപ്പം. അമ്മയെ ഒന്നും ചോദിക്കാൻ പറ്റില്ലേ അമ്മയോട്? അമ്മ എന്തിനെങ്ങനെ കിടന്ന് ചാടുന്നത്? ചാടുകല്ലടി, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ് കുഴമ്പിട്ട് തിരുമ്പി തരാമെന്ന്. അദ്ദേഹം സമ്മതിച്ചില്ല. നീ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ സമ്മതിച്ചു. അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ, എന്നിട്ട് ഇപ്പം എന്നെ കുറ്റം പറയുകയാണോ? അല്ലടി, അങ്ങേർക്ക് നിന്നെ വലിയ കാര്യമാ, ഒത്തിരി ഇഷ്ടമാ, പെൺമക്കളില്ലല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് സമാധാനമായി. പിന്നെ മോളെ, ഞാൻ തിരുമാനൊന്നും പോകാറില്ല. കാര്യം കൂടുതൽ അങ്ങോട്ട് തിരുമ്മിക്കഴിഞ്ഞാലേ ഇങ്ങേർക്കും അസുഖമിളകും. എന്തസുഖം? ആ അസുഖത്തിൻ്റെ പേരെന്താണെന്ന് നിനക്ക് അറിയാറായിട്ടില്ല. കാര്യം എൻ്റെ മുൻഭാവമാണല്ലോ. അപ്പോഴേക്കും അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അച്ഛനങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മ വെറുതെ കുറ്റം പറയാതെ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മ ചോദിക്കുകയാണ്, അച്ഛൻ കമിഴ്ന്ന് കിടന്നിട്ട് തിരിഞ്ഞു കിടന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, തിരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുളമാകുമെന്ന് എനിക്കറിയാം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ അടി, മസാജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ആര് മസാജ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ആണായാലും പെണ്ണായാലും പുള്ളി മസാജ് ചെയ്ത് കഴിഞ്ഞാലേ ആകെ ഒരു മാറ്റം ഉണ്ടാകും. ഇതറിഞ്ഞിട്ടാണോ അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അമ്മ പറഞ്ഞത് ശരിയാണ്. പുള്ളി തിരിഞ്ഞു കിടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ അമ്മ മനഃപൂർവ്വം എന്നെ ആ മുറിയിലേക്ക്
പറഞ്ഞു വിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അമ്മയുടെ പ്രശ്നം എന്താണ്? അമ്മയ്ക്ക് പകരം ഞാൻ അങ്ങോട്ട് ചെന്ന് നിൽക്കാനാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചോട് പറഞ്ഞു, പിന്നെ ഞാനങ്ങ് ഭർത്താവിനെ മോഹിച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്കൊരു പ്രശ്നമില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൂടെ നീ അങ്ങ് മാനേജ് ചെയ്തോ. എന്താ അമ്മ ഈ പറഞ്ഞത്? എടി ഞാൻ തമാശ പറഞ്ഞതാണ്, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല. എനിക്കങ്ങനെ പൊസസീവ്നെസ് ഒന്നുമില്ല. പിന്നെ പുള്ളിക്കാരനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് മരുമോളോടാണ് കൂടുതൽ ഇഷ്ടമെന്നും. എനിക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയാലോ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്. അമ്മ ഞാൻ പേടിച്ചു പോയി. ഓ, പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ആര് പറഞ്ഞു? ആഹാ, അപ്പം പേടിക്കാൻ മാത്രം ഉണ്ടോ അമ്മേ? ആ, അതെങ്ങനാ? എൻ്റെ മകൻ പാവമല്ലേ, അവന് അച്ഛൻ്റെ പാതി ഗുണം പോലും കിട്ടിയിട്ടില്ല. അമ്മേ, അപ്പോൾ അച്ഛൻ്റെ പാതി ഗുണം കിട്ടിയിട്ടില്ല എന്താ അമ്മ പറഞ്ഞത്? ഈ കാര്യത്തിലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഈ കാര്യവും ഒരു കാര്യമല്ലേ? നീ ഒരു പൊട്ടിപ്പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാൻ നിനക്കറിയില്ല. ആണിൻ്റെ പുറമെയുള്ള പൗരുഷവും രൂപഭാവങ്ങളും ഒന്നും മാത്രം നോക്കിയാൽ പോരാ. അമ്മ അതിപ്പോൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെ നോക്കാനാണ്? കല്യാണത്തിന് മുമ്പ് അറിയുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ, അത്രയേ ഉള്ളൂ. അപ്പം അമ്മ ഭാഗ്യവതിയാണല്ലോ. എന്താ ഞാൻ കല്യാണത്തിന് മുമ്പ് എന്തറിഞ്ഞതെന്ന് നീ പറയുന്നത്? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മയ്ക്ക് പ്രതീക്ഷിച്ച ഭാഗ്യം ഉണ്ടായില്ലേ? ഉണ്ടായി മോളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നാലും ഞാൻ പറയുകയാണ്. കാര്യം, ഒരു വീട്ടിൽ പുട്ടുകുട ഉണ്ട്. പക്ഷേ പുട്ട് ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം പുട്ടുണ്ടാക്കുന്നുമില്ല. അത് ക്ലാവ് പിടിച്ചവിടെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ഇത്രയും ആവേശവും ആകാംക്ഷയും ഉണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനോട് എന്നും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്ന് പുട്ട് വേണമെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങേരെ പുട്ടുണ്ടാക്കി കൊത്തിത്തരില്ലേ എന്ന് ചോദിച്ചു. ഓ, ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നു മോളെ, ഒരു പ്രയോജനവുമില്ല. ചിലപ്പോൾ പുട്ടിൽ ഒന്നാവി വരും, എന്നിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ശരിക്കും അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അഹങ്കാരം. പുരുഷന്മാർക്ക് ഒരേ സ്ത്രീകളെ കാണുമ്പോഴേക്കും മടുപ്പ് തോന്നൂടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾ മാക്സിമം സ്നേഹിക്കും. ഒട്ടും പറ്റിയില്ലെങ്കിലേ രണ്ടാമതൊരു ഓപ്ഷൻ നോക്കുകയുള്ളൂ. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെയല്ല. ആദ്യത്തെ ഒരു പൂതി കഴിയുമ്പോഴേ രണ്ടാമതൊരു ഓപ്ഷൻ അങ്ങ് നോക്കും. അങ്ങനെയാണ്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ നിന്റെ അമ്മായിച്ചിന് ഒരു കുഴപ്പമില്ലെന്ന്. അതൊന്നും നിന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതിന് അമ്മയുടെ ഭർത്താവിന് കുഴപ്പമില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അത് മാനേജ് ചെയ്തോളാം. കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ മതി, എല്ലാം ശരിയാകും. അപ്പോൾ എൻ്റെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? അയ്യോ ഇല്ല, ഉണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പലതും സംസാരിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മായിച്ചൻ അവിടെ ഉണ്ട്, അമ്മായിമ്മ അവിടെ ഇല്ല. ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. മോളെ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ ചായ ഉണ്ടാക്കി. അമ്മായിച്ചൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുക്കീസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റൗട്ടിൽ പോയിരുന്ന് കഴിച്ചു. അപ്പോൾ അമ്മായിച്ചൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ സോറി. എന്തിനാച്ചാ സോറി? അന്ന് സംഭവിച്ചത്, എടി കമിഴ്ന്ന് കുറേ നേരം കിടക്കുകയില്ലായിരുന്നു. അതുമാത്രമല്ല നിൻ്റെ ആയുർവേദ തിരുമൽ. ഞാൻ ചോദിക്കട്ടെ മോളെ, നീ ശരിക്കും ആയുർവേദ ഹോസ്പിറ്റലായിരുന്നോ അതോ മസാജിങ് പാർലറായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ലടി, നിന്റെ തിരുമിന് ഒരു പ്രത്യേക രസം, പ്രത്യേക വൈബ്. അത് എൻ്റെ നടുവേദനയെ മാറ്റി. പിന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്തി. പിന്നെ ഓ അല്ല, എനിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായതാണല്ലോ നീ കണ്ടത്. എനിക്ക് ഇപ്പം മനസ്സിലായി. എന്നെ അച്ഛൻ കുറ്റം പറയുകയാണ്. ഞാൻ നല്ല കാലത്തിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും വേറെ എന്തോ കാര്യങ്ങൾ ഞാൻ അച്ഛനിൽ ഉണ്ടാക്കി വിട്ടെന്ന് എന്നെ കുറ്റം പറയുകയാണോ? ചേച്ചേ, അങ്ങനെയല്ല മോളെ. നീ ശരിക്കും പറഞ്ഞാൽ കൈപ്പുണ്യമുള്ളവളാണ്. ഇത് ചായ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, എന്ത് കാര്യത്തിൽ നീ കൈ തൊട്ടെന്ന് പറഞ്ഞാലും അവിടെ പുണ്യം വിളങ്ങും. നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ മരുമകളാക്കാൻ എനിക്ക് 100% ആദ്യ നിമിഷത്തിലെ സമ്മതമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അത് സാരമില്ല അച്ഛാ, ഇതൊക്കെ ഏത് മനുഷ്യനും ഉണ്ടാകുന്നതല്ലേ, ഞാനത് കണ്ടെന്നല്ലേ ഉള്ളൂ, പൂർണ്ണമായൊന്നും അങ്ങനെ കണ്ടതുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മേശനോട് പറയുകയാണ്, മോളെ അന്ന് ഞാൻ ശരിക്കും മനഃപൂർവ്വമാണ് പെട്ടെന്ന് തിരിഞ്ഞത്. എനിക്കറിയാമായിരുന്നല്ലോ എൻ്റെ അവസ്ഥ. എന്നിട്ടും ഞാൻ തിരിഞ്ഞത്
ആലോചിക്കാതെയല്ല, ആവേശത്തോടുകൂടിയാണ്. മോള് എന്നോട് ക്ഷമിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ പെട്ടു എന്നല്ലേ. ഞാൻ ഒരിക്കലും മോളെ ശല്യപ്പെടുത്തില്ല. എനിക്ക് അന്നറിയാതെ പറ്റിയതാണ്. അല്ലാതെ നിന്റെ അനുവാദമില്ലാതെ ഒരു കാര്യത്തിനും ഞാനില്ല. ഞാൻ അത്രക്കാരനല്ല. നിന്നെ ശല്യപ്പെടുത്തുന്ന ഒരാളല്ല. നിന്റെ ഇഷ്ടങ്ങളിൽ അത് എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഞാൻ കൂടെ കാണും. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി എന്നുള്ളത് നേരാണ്. അച്ഛന് ഈ സമയം കൊണ്ട് അമ്മ എവിടെയില്ലേ? അമ്മ ചെറുപ്പക്കാരിയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ 24 മണിക്കൂറും സംസാരവും ആവേശവുമാണ്. അച്ഛന് അമ്മയൊന്ന് ശ്രദ്ധിച്ചുകൂടെ? എടി, എനിക്ക് അവളോട് യാതൊരു ശ്രദ്ധയുമില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊരു കഥയാണ്. നിന്റെ ഒരു ഭർത്താവിൻ്റെ കൂട്ടുകാരൻ കുറേ വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് 2 ആഴ്ച നിന്നു. ആ ചെക്കനെ ഇവൾ എങ്ങനെയൊക്കെയോ കൈയും കാലും കാണിച്ച് മയക്കിയെടുത്തു. യാദൃശ്ചികമായിട്ട് ഞാനത് കാണുകയും ചെയ്തു. പക്ഷേ അന്നേരം ഞാൻ പ്രതികരിച്ചില്ലേ മോളെ. അതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായി. പിന്നീട് ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോഴും അവൾ പറയുകയാണ് അങ്ങനൊന്നുമില്ല, എനിക്ക് അവളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്നും. എന്തായാലും എൻ്റെ മനസ്സ് മടുത്തുപോയി. അതുകൊണ്ടാണ് അവളുമായിട്ട് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു മോളെ. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഞാൻ നിയന്ത്രിച്ചെങ്കിലും ഇപ്പോൾ നീ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ കൈകൊണ്ട് ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ചില പ്രശ്നങ്ങളാണ്. ക്ഷമിക്കുക, എന്തായാലും ഞാൻ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ അമ്മായിച്ചൻ പെട്ടെന്നങ്ങ് പോയി. എനിക്ക് അത് വല്ലാത്ത സെൻറ്റിമെൻറ്റ്സായി. പാവം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഞാൻ ചെന്നു. സാരമില്ലച്ച, അച്ഛനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കട്ടിലിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചു. ഒറ്റ വലി. ഞാനാണെങ്കിൽ വെട്ടിയിട്ട വാഴത്തട പോലെയായിരുന്നു. എന്ത് ചെയ്യാനാണ്? മുത്തങ്ങൾ കൊണ്ട് മൂടിക്കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ എന്തു പറയാനാണ്? താഴ്വാരം തേടിപ്പോയ തത്തമ്മ പുത്തരിമണികൾ കൊത്തിയെടുത്തപ്പോൾ ഞാൻ ഹോയ് ഹോയ് എന്ന ആരവം മുഴക്കുകയായിരുന്നു. ചെറുതായി ഉഴുതിട്ട എൻ്റെ പൂപ്പാടം അന്ന് ജലസേചന വകുപ്പിൽ ചാല് കയറിയ ദിവസമായിരുന്നു. അച്ഛൻ്റെ ഗുണം മകന് കിട്ടിയിട്ടില്ലെന്ന് അന്ന് അലറിക്കരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞതിൽ സത്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നിർത്താതെ പെയ്യുന്ന മഴ പോലെയായി. ഒന്ന് തോർന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി രണ്ടാമതൊരു പെരുമഴ ഉണ്ടാകില്ലെന്ന്. പക്ഷേ എന്തു ചെയ്യാനാണ്? എനിക്ക് അവിടുന്ന് പോകാൻ തോന്നില്ല. കാർമേഘങ്ങളെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്ന് ഞാൻ അശ്വരഥത്തിൽ ഏറിയിരുന്ന് രണ്ടാമത്തെ മഴ പൊഴിച്ചു. അത്രയ്ക്കും ആവേശം എനിക്കും വന്നു. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മയുടെ മനസ്സിലേക്ക് മാറണമെങ്കിൽ നല്ലവരാണ് കൂടെ വേണമെന്ന് അന്നെനിക്ക് മനസ്സിലായി. ഒന്ന് തുടങ്ങിയാൽ പിന്നെ രണ്ടാമത്തേതിന് പഞ്ഞമുണ്ടോ? എന്തായാലും ആ പഞ്ഞമില്ലാത്ത മാസങ്ങളുടെ വരവായിരുന്നു പിന്നീട്. എന്നുമെന്നും ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാൻ ഞങ്ങൾ കണ്ണിൽ നോക്കി മുകളിലേക്ക് നോക്കിയും പ്രാർത്ഥിച്ചു. പക്ഷേ ഇതിനിടയ്ക്കാണ് വലിയ പ്രശ്നമുണ്ടായത്. ഒരു സുപ്രഭാതത്തിൽ അമ്മായിയമ്മയെ കാണുന്നില്ല. എല്ലായിടത്തും നോക്കി, വിളിച്ചു നോക്കിയിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ വിളിച്ചു. എന്നെ ഇനി നോക്കണ്ട, ഞാൻ സാജൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ എന്നോട് പറഞ്ഞു, സാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ പഴയ ഫ്രണ്ടാണ്. അയാളും കല്യാണം കഴിച്ചതാണ്. പക്ഷെ അങ്ങേർക്കും ദാമ്പത്യ ജീവിതം പരാജയമാണ്. കാര്യം ആദ്യത്തെ ഒരു ഇഷ്ടം അമ്മയാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നാട് വിട്ടു. ഇതറിഞ്ഞ എൻ്റെ ഭർത്താവ് വല്ലാത്ത ദുഃഖിതനായി. അദ്ദേഹം പാഞ്ഞു വന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? അമ്മ വരില്ല. അതവിടെ ക്ലോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഹസ്ബൻഡ് തിരിച്ചുപോയി. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നവയുഗ ദാമ്പത്യമാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് വിളിക്കുമ്പോൾ ഭർത്താവിനോട് വളരെ നോർമലായി പെരുമാറുകയും ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷവുമുണ്ട്, എന്നാൽ ടെൻഷനുമുണ്ട്. മാഡത്തിന് ഈ അവസ്ഥ മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കെന്നല്ല, എല്ലാവർക്കും മനസ്സിലാകും. ഒന്ന് പോയാൽ ഒന്ന് വേ രാജാവേ. ഭർത്താവ് വന്നാൽ ഭർത്താവ്, ഗൾഫിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ദാമ്പത്യം. എന്ത് വേണം? അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതെന്തായാലും ആ കൺഫ്യൂഷൻ മാറ്റി നല്ല വഴിക്ക് പോകാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ സാഹചര്യം സ്വർഗീയ സാഹചര്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് കൺഫ്യൂഷനാണ്, കുറ്റബോധമാണെന്ന്. ആരെ ബോധിപ്പിക്കാനാണോ എന്തോ. എന്തായാലും ഇതിൽ എനിക്കിപ്പോൾ തൽക്കാലം അഭിപ്രായങ്ങളൊന്നും പറയാനില്ല.